എനിക്ക് പറയാനുള്ളത് ഇതാണ്. യേശുവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചയുടെ അനുഭവം ഹൃദയത്തിൽ നിന്നുയരുന്ന മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കും. അനുദപിക്കുന്ന പാപികളെ, അവർ എത്ര വലിയ പാപികളാണെങ്കിലും അവരുടെ പാപങ്ങളുടെ വലിപ്പം നോക്കാതെ തൻ്റെ രക്ഷയിലേക്ക് അവിടുന്ന് സ്വീകരിക്കും. അതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത. നല്ല കള്ളന്റെ മാനസാന്തരത്തിന്റെ കഥ ഒരു സംഭവ കഥ പോലെ വായിച്ചിട്ടുണ്ടെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് കേട്ടപ്പോഴാണ് അതിന്റെ ആഴം മനസ്സിലായത്. അതെ, ധൂർത്തപുത്രനെ ആകാംക്ഷയോടെ സ്നേഹത്തോടെ കാത്തിരുന്ന നല്ല പിതാവിനെ പോലെ വഴിതെറ്റിപ്പോയ ആടിനെ കണ്ടെത്താൻ ആ 99 ആടുകളെ വിട്ട് കാണാതായ ആടിനെ അന്വേഷിച്ച് കണ്ടെത്തിയ ആ നല്ല ഇടയനെ പോലെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കാത്തിരിക്കുകയാണ് നമ്മുടെ തിരിച്ചുവരവിനായിട്ട്. ഈ ഒരു സന്ദേശമാണ് വിശുദ്ധ ഡിസ്മാസിന്റെ ജീവിതത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. വിശുദ്ധ ഡിസ്മാസിലൂടെ നൽകപ്പെട്ട ഈ ഒരു ദൂത് ഏറ്റെടുത്തുകൊണ്ട് നമുക്കിനി അടുത്ത വിശുദ്ധന്റെ അടുത്തേക്ക് പോകാം. നമ്മോടൊപ്പം ഇപ്പം ഉള്ളത് വിശുദ്ധ ക്രിസ്റ്റീന. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സുന്ദരിയായ കന്യകയും രക്തസാക്ഷിയുമായിരുന്ന വിശുദ്ധ ക്രിസ്റ്റീന ആധുനിക യുവതലമുറയ്ക്ക് ഒരു ഹീറോയിൻ തന്നെയാണ്. വിശുദ്ധ ക്രിസ്റ്റീന വിജാതീയ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും പിന്നീട് ജീവിതത്തിൽ ഒട്ടേറെ സഹനങ്ങളിലൂടെ കടന്നു പോവുകയും അവസാനം രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? 3-ാം നൂറ്റാണ്ടിൽ ഒരു ധനിക കുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചത്. എൻ്റെ പിതാവ് ഉർബാനോസ് ടയറിലെ ഗവർണറായിരുന്നു. എന്നെ വിഗ്രഹാരാധകരുടെ പുരോഹിത ആക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിനായുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ ഒരിക്കൽ ഒരു മാലാഖ എനിക്ക് പ്രത്യക്ഷപ്പെടുകയും യഥാർത്ഥ വിശ്വാസത്തെക്കുറിച്ച് എന്നോട് പറയുകയും ചെയ്തു. കർത്താവിന്റെ മണവാട്ടി എന്നായിരുന്നു ആ മാലാഖ എന്നെ വിളിച്ചത്. ഭാവിയിൽ ഞാൻ അനുഭവിക്കേണ്ട സഹനങ്ങളെക്കുറിച്ച് ആ മാലാഖ എനിക്ക് വെളിപ്പെടുത്തി തന്നു. അതിൽ തുടർന്ന് എൻ്റെ മുറിയിലെ വിഗ്രഹങ്ങളെല്ലാം ഞാൻ നശിപ്പിക്കുകയും അവയെല്ലാം ജനാലയിലൂടെ പുറത്തേക്ക് കളയുകയും ചെയ്തു. നടന്നതെല്ലാം അറിഞ്ഞ് എൻ്റെ പിതാവ് ക്രിസ്തുവിലുള്ള വിശ്വാസം നിമിത്തം എന്നെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയയാക്കി. ഇരുമ്പ് കൊളുത്തുകൾ കൊണ്ട് മാംസം വലിച്ചു കീറിയുള്ള പീഡനം, പീഡന ഉപകരണത്തിൽ കിടത്തി തീ കൊണ്ട് പൊള്ളിക്കുക, ചൂളയിൽ നിർത്തുക, ചക്രത്തിൽ ബന്ധിച്ച് പീഡിപ്പിക്കുക, പാമ്പിനെ കൊണ്ട് ആക്രമിപ്പിക്കുക, അമ്പുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുക തുടങ്ങി ക്രൂരമായ പല ശിക്ഷാ രീതികളും അതിലുണ്ടായിരുന്നു. പക്ഷേ